വിക്സി പാമാണ്ട അത് അയച്ചെന്ന തയ്യാറ് ഞാനത് വീഡിയോ അയച്ചെടുക്കണം. എന്ന് സാധാരണ നമ്മളുടെ കൃഷിക്കാഴ്ചകളല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ വിത്തുകളൊക്കെ മേടിച്ച ഒരാളുടെ കൃഷിക്കാഴ്ച കണ്ടാലോ. നമ്മളുടെ വിത്തുകളും തൈകളും ഒക്കെ മേടിച്ച നമ്മളുടെ ഒരു കസ്റ്റമറാണിത്. നമ്മുടെ വാട്സാപ്പിൽ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസ് അയക്കാറുണ്ട്. വിത്തുകൾ മേടിച്ചതിൻ്റെയും തൈകൾ മേടിച്ചതുമൊക്കെ വിളവായി കഴിയുമ്പോൾ ഫോട്ടോസ് അയക്കാറുണ്ട്, വീഡിയോസ് അയക്കാറുണ്ട്. എങ്കിലും ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതൊന്ന് എഡിറ്റ് ചെയ്തിടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ ഓട്ടത്തിലായതുകൊണ്ട് അതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ ആളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാനോ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വാട്സാപ്പിൽ തിരിച്ചിട്ട് പേരെന്താണെന്ന് പോലും ഒന്ന് ചോദിക്കാനോ ആ വാട്സാപ്പ് കോൺടാക്റ്റ് പോലും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് പേരൊക്കെ ചോദിച്ച് സ്ഥലമൊക്കെ ചോദിച്ചിട്ട് അത് കൂട്ടി വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ ഓടുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് മിസ്സായി പോകുന്നു. പക്ഷേ ഇതൊന്നും ഒരിക്കലും മിസ്സാവരുതാത്തതാണെന്ന് എനിക്കറിയാം. ഇനി ഞാനതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാം കേട്ടോ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഈ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ നമ്മൾ കൊടുത്ത വിത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ബിൻസീസ് ഫാം എന്നുള്ള അവർ ആ സന്തോഷത്തോടെ പറയുമ്പോൾ അതുമാത്രമല്ല, ഇത് ടെറസിൽ കൃഷി ചെയ്ത ഈ വിളവെടുത്ത് അവർ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരിക്കും. അപ്പം നമ്മൾ കാണുമ്പോൾ പോലും നമ്മൾക്ക് ഈ കൃഷി കാഴ്ചകൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ആളൊരു കുഞ്ഞു വീഡിയോ എനിക്ക് വേറെ മ്യൂസിക്കൊക്കെ ഇട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മ്യൂസിക് വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനായിട്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഓരോ സാധനങ്ങൾ പറിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ആ മാനസിക സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്നത് ഇതുപോലെ കൃഷിയിലേക്ക് തിരിയണം. കണ്ടില്ലേ, ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു ടെറസിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ എത്രത്തോളം ഇത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ കുടുംബം. അവരുടെ ആ ഒരു സന്തോഷവും ആ ഒരു വിളവെടുപ്പും ഒക്കെ കാണുമ്പം നമുക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലോ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ഞാൻ ഒരുപാട് വാട്സാപ്പിൽ നോക്കി, ചാറ്റുകൾ ഒരുപാട് കിടക്കുന്നത് കൊണ്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമമായിപ്പോയി. കാരണം ഞാൻ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊരു വലിയ കണ്ണിലെ തക്കാളിയൊക്കെ ആണെങ്കിലും കമ്പൊക്കെ കുത്തി കൊടുത്ത് ആ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ഇതിനകത്തുള്ള സംഭാഷണങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഭയങ്കര സന്തോഷത്തിലുള്ള ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത നിറവാണ് തോന്നുന്നത്. ഞാൻ പല സമയങ്ങളിലും പല കാര്യങ്ങളിലും ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാകാറുണ്ട്. പല സമയത്തും നമുക്കത് ആരോടും പറയാനും പറ്റാതെ ഉള്ളിലടക്കി പിടിച്ചിരിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ പോകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല കേട്ടോ, എന്നെ വിളിക്കുന്ന കുറേ ചേച്ചിമാരുടെ കുറേ ആളുകൾ എന്നെ വിളിക്കുന്നവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമ്മളുടെ പല ടെൻഷനിലിരിക്കുന്ന നമ്മൾ പല കാര്യങ്ങളും മറന്ന് നല്ല ഉത്സാഹമായിട്ട് നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് നന്ദിയുണ്ടല്ലോ അവരോടും നമ്മളെ മാനസികമായിട്ട് ഉയർത്തുന്നതിൽ. നമ്മളിങ്ങനെ ഒരു വിഷമത്തിലേക്ക് പോകുമ്പോഴത്തേനും നമ്മളെ അതിൻ്റെ ഇരട്ടി സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യവും കൂടിയാണ്. നമ്മളുടെ വിത്തുകളൊക്കെ വാങ്ങിക്കുന്നവർ ഇതുപോലെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് വീഡിയോസായിട്ടും ഫോട്ടോസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോസായിട്ട് ഇങ്ങനെയൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മളത് ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ പേജിൽ തന്നെ ഇടാൻ പറ്റും. ഇതെനിക്ക് നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. എനിക്കിത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. നിങ്ങൾ കറി വെച്ച് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിളവെടുക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു വീഡിയോ അയച്ചു തന്നിട്ട് എനിക്ക് തോന്നുന്നു 5-ാം തീയതി 6-ാം തീയതി എങ്ങാണ്ടാണ് അയച്ചു തന്നത്. പക്ഷേ എനിക്കിത് ഇപ്പോഴാണ് നോക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. കൃഷിക്കാഴ്ചകളൊക്കെ കാണേ. എനിക്ക് തോന്നുന്നു സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളുള്ളിടത്തൊക്കെയാണ് ഇത് സെറ്റാക്കിയേക്കുന്നത്. ഓക്കെ, ബൈ.